ഒരു സംശയം കേട്ടോ. ഈ ജിന്നുകൾ ഹാളിറാകുന്നതും ഗായിബാകുന്നതും തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഹാളിറും ഗായിബും തിരിച്ചറിയാൻ കഴിയുമോ? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഹാളിർ എന്ന് നിങ്ങൾ പറയുന്നത്? ഒന്ന് വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. അത് ഹാദറും ഖാദറും എന്ന് പറഞ്ഞാല് ആ ജിന്നുണ്ട് എന്നാണ്ട് ഉറപ്പിച്ചാല് ആ ജിന്ന് ഒരു വർത്താനം അങ്ങനെ കേൾക്കണ്ട, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ ആ ജിന്ന് തന്നെ കയറാം, ഉറപ്പന്നല്ലേ? അപ്പൊ ആ ജിന്നിന്റെ അവിടെ ഹാദറത്തുണ്ടല്ലോ. എന്നാ അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ചാണോ വിസ്ഡങ്കാറും കേനവും തമ്മിലുള്ള തർക്കം? നമ്മൾ പറഞ്ഞത് മുത്തലക്കൻ ശിർക്കാണെന്ന് പറഞ്ഞ വിഷയം ഒരു വർത്താനം അങ്ങനെ കേൾക്കണ്ട, ആളെ കാണില്ല, അയാൾ ദൂരൊന്നുമല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെ വർത്താനം പറഞ്ഞെങ്കിൽ ആ ജിന്ന് തന്നെ കയറാം, ഉറപ്പന്നല്ലേ? അപ്പൊ ആ ജിന്നിന്റെ അവിടെ ഹാദറത്തുണ്ടല്ലോ. എന്നാ അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ചാണോ വിസ്ഡങ്കാറും കേനവും തമ്മിലുള്ള തർക്കം? നമ്മൾ പറഞ്ഞത് മുത്തലക്കൻ ശിർക്കാണെന്ന് പറഞ്ഞ വിഷയം. പിന്നെ വിസ്റ്റവും കേനവും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ജിന്ന് ഏതാണ് സഹോദരന്മാരെ? ഇപ്പോൾ റഫീഖ് സലഫി പറയുന്നു, തൊട്ടടുത്ത് നിന്ന് ഒരു സംസാരം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. അപ്പോൾ ആരായിരിക്കും എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്? മനുഷ്യനായിരിക്കുന്ന, ആളെ കാണുന്നില്ല, സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കുമെന്നാണ് റഫീഖ് സലഫി ഉറപ്പിച്ചു പറയുന്നത്? അത്തരത്തിലുള്ളൊരു ജിന്നെ അല്ല വിസ്റ്റവും കേന്നമും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ജിന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ ആർക്ക് തർക്കമില്ല? കേന്നമിന് തർക്കമില്ല എന്നാണോ? അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ ഇത്രയും കാലം ഇസ്ലാഹ് മാസികയിലെ വരി അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറഞ്ഞത് പിന്നെ ഏത് തരത്തിലുള്ള ജിന്നിനെ പറ്റിയാണ് ജബ്ബാർ മൗലവി അതിൽ എഴുതിയിട്ടുള്ളത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആ ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. അപ്പോൾ തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമയെപ്പറ്റി റഫീഖ് സലഫി എന്താ പറയുന്നത്? അത് ആളെ കാണുന്നില്ല, സംസാരം കേൾക്കുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ആരായിരിക്കുമെന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. ഇതെങ്ങാനും ജബ്ബാർ മൗലവി എങ്ങാനും അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവർക്ക് ഇഷ്ടമില്ലാത്തത് അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞതുപോലെ ഇവരെന്ത് പറഞ്ഞാലും യാതൊരു അപാകതയും കാണാത്ത ആളുകൾ ജബ്ബാർ മൗലവിയുടെ വരിയിൽ ഇല്ലാത്ത ആശയങ്ങൾ കുത്തിക്കയറ്റി ആളുകൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ശിർക്കാരോപണവും നടത്തി ഈ തൗഹീദി കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുകയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് എന്നത് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.